മത്തായി 24:37 കർത്താവ് പറയുകയാണ്, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് മരിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിപ്പോകുമ്പോൾ ദൂതന്മാർ പറഞ്ഞു, അവൻ പോയതുപോലെ തന്നെ വരും. അപ്പോൾ ഈ ഭൂമി മുഴുവനും കർത്താവിൻ്റെ ഒരു വരവിനെ കാത്തിരിക്കുന്നു. എന്നാൽ ഈ ഭൂമിയിൽ കർത്താവിൻ്റെ വരവ് സംഭവിക്കുന്നതിന് മുന്നമേ ഒരു കാര്യം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ യെരുശലേം എന്ന സഭ, പുതിയ ഇസ്രായേൽ എന്ന ഒരു സമൂഹം, ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭ, ക്രിസ്തുവിൻ്റെ ശരീരമായ സഭ ഇവിടെ പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവും ആകും. ദൈവത്തിന് മനുഷ്യരോട് നീരസമുണ്ടായി. ദൈവത്തിന് മനുഷ്യനെ ഉണ്ടാക്കിയതിൽ വ്യസനം തോന്നി, ഹൃദയത്തിന് ഭാരം തോന്നി. അതുകൊണ്ട് അങ്ങനെയുള്ള മനുഷ്യരെ അവസാനിപ്പിച്ച് നീതിയുള്ള മനുഷ്യരെ മാത്രം അവശേഷിപ്പിക്കുവാൻ, ന്യായമുള്ള മനുഷ്യരെ മാത്രം അവശേഷിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചു. അതുപോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവിൽ ആകും. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവിൽ ആകും. നോഹയുടെ കാലഘട്ടത്തിൽ ദൈവം നോഹയോട് പറഞ്ഞു, ഒരു പെട്ടകം ഉണ്ടാക്കണം. അതിൻ്റെ നീളം, വീതി, ഉയരം, അതിൻ്റെ ഡിസൈനിങ് എല്ലാം ദൈവം നോഹയ്ക്ക് കൊടുത്തു. നോഹ ദൈവം പറഞ്ഞതുപോലെ പെട്ടകമുണ്ടാക്കി. അന്ന് പ്രത്യക്ഷമായ ഒരു പെട്ടകമുണ്ടാക്കിയെങ്കിൽ ഇന്ന് പ്രത്യക്ഷമായ ഒരു പെട്ടകമല്ല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒരു സഭ പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. അന്ന് നോഹ പെട്ടകമുണ്ടാക്കിയെങ്കിൽ പലരും അവിടെ വന്ന് സഹകരിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഇവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും. കർത്താവ് പണിയുന്ന സഭ എന്നൊരു പെട്ടകം ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്.